പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളെ, ടീച്ചർമാരെ, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം പല വിഷയങ്ങളെ സംബന്ധിച്ച് ഒട്ടനേകം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പക്ഷേ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് എന്ന് ഞാൻ കരുതുന്ന വീഡിയോസിൽ ഒന്നാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. മുമ്പ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വന്ന വിഷയങ്ങൾ, അതേപോലെ തന്നെ നീറ്റ് പരീക്ഷയിലെ സ്കാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒട്ടനവധി എൻട്രൻസ് പരീക്ഷയിലെ ക്രമക്കേടുകൾ, അതിലുള്ള പ്രശ്നങ്ങൾ, ഒട്ടനവധി വിഷയങ്ങൾ ഈ ചാനലിലൂടെ ജനങ്ങളുടെ മുമ്പിൽ, കുട്ടികളുടെ മുമ്പിൽ, രക്ഷിതാക്കളുടെ മുമ്പിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് വളരെ പ്രധാനമേറിയ ഒരു കാര്യം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്ഷനുകൾ എന്നുള്ളത് വളരെ വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഒരുവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്ഷൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻസ് ചെയ്യാറുണ്ട്. അതിന് പിന്നിൽ ലോജിക്ക് ഞാൻ തന്നെ മുമ്പ് വീഡിയോസിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ ലോജിക്ക്? ഒന്ന്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതെല്ലാമാണ് എന്ന് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ആവർത്തിച്ച് വരാൻ, വാല്യൂസ് മാത്രം വ്യത്യാസം ഉണ്ടായിക്കൊണ്ട് ആവർത്തിച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ പല ടെക്സ്റ്റ് ബുക്കുകളിൽ NCERTയിലോ മറ്റൊക്കെ ഉള്ള ചോദ്യങ്ങൾ അത് ഒരു തവണ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ആവർത്തിച്ച് അതേ മോഡൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ പലപ്പോഴും ഈ പ്രഡിക്ഷൻസിലൊക്കെ കാണാറുള്ളത് ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ വരും എന്നുള്ള രീതിയിലുള്ള പ്രവചനങ്ങളാണ്. എന്നാൽ ഇപ്പോൾ വളരെ ഗൗരവകരമെന്ന് പറയട്ടെ, വളരെ അപകടകരമെന്ന് പറയട്ടെ, അതിൽ നിന്ന് മാറി ഇന്ന ക്വസ്റ്റ്യൻ വരും, ഇന്ന ക്വസ്റ്റ്യൻ വരാനാണ് കൂടുതൽ സാധ്യത എന്ന രീതിയിലോട്ട് പ്രവചനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെന്താണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അങ്ങനെ ഒരാൾ പ്രഡിക്റ്റ് ചെയ്താലും അങ്ങനത്തെ ഒരു 1-2 ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാത്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ ടോപ്പിക്കാണുള്ളത്, അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഇതേപോലെ വാല്യൂസ് അടക്കം വരിക എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എന്ന് വേണമെങ്കിൽ പ്രോബബിലിറ്റി വെച്ച്, മാത്സ് പഠിപ്പിക്കുന്ന ആളാണ് ഞാൻ, പ്രോബബിലിറ്റി വെച്ച് നമുക്ക് പറയാം. പക്ഷേ ക്വസ്റ്റ്യനിൽ വാല്യൂ പോലും മാറാതെ, പല ക്വസ്റ്റ്യനിലും വാല്യൂ പോലും മാറാതെ, സൈൻ പോലും മാറാതെ കൃത്യമായിട്ട് അതേ ചോദ്യങ്ങൾ അതേ വാല്യൂസുമായി വരുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയെ ചിലർ ഹാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള സംശയം നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാം. ഞാൻ ഇന്നലെ നടന്ന +1 എക്സാമുമായി ബന്ധപ്പെട്ട് നടന്ന ലൈവിൽ ഞാൻ +1 മാത്സ് മാത്രം എല്ലാം എടുത്ത് അനലൈസ് ചെയ്യുന്നില്ല. എല്ലാം എടുത്ത് അനലൈസ് ചെയ്യണമെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യാം. +1 മാത്സ് പരീക്ഷയിൽ വന്ന ചില പ്രഡിക്ഷൻസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യത്തേത് ഇതാ, 3/13 ആയി എന്നാണ് കിട്ടുക. ചിലപ്പോൾ വാല്യൂസ് മാറ്റിയിട്ട് നിങ്ങൾക്ക് എന്തുണ്ട് അവിടെ ക്വസ്റ്റ്യനിൽ കാണാം കേട്ടോ. മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് കാണാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. 2/13 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇതേപോലെ വാല്യൂസ് മാറി ക്വസ്റ്റ്യൻ ഉണ്ടാവും. പ്രത്യേകിച്ചൊന്നും നമുക്ക് പറയാനില്ല. വാല്യൂസ് മാറി ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലെ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ, ഇതൊന്നും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ചെയ്തെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ ആരെയും ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കണ്ടു എന്നൊന്നും നമുക്ക് പറയാനില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. x² -4y ആണ്. ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നാളെ കാണാം. ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നാളെ കാണാം. പരാബോളയുടെ ഫോക്കസും ഡയറക്ട്രിക്സും കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നാളെ കാണാം. വീണ്ടും ഞാൻ ഇതിനുള്ള സാധ്യത ഒരിക്കലും തള്ളിക്കളയുന്നില്ല. ഇതൊന്നും ആരും ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പരാബോളയുടെ ഫോക്കസും ഡയറക്ട്രിക്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് ഡയറക്ട്ലി ചോദിക്കാവുന്ന ചോദ്യങ്ങളിലൊന്നാണ്. ഒരു പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോമാണ് തന്നിട്ടുള്ളത്. എന്നാൽ അവിടെ നിന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത് നോക്കാം. ആൻസർ കിട്ടണം. ഇതെന്താ? ഇതിൽ ഒരെണ്ണം എന്തായാലും നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് കാണാം. മിക്കവാറും cos 75 ആവാനാണ് സാധ്യത. ഇതാണ് പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം, ഇതിൽ ഏതെങ്കിലും ഒന്ന് കാണാം. ഞാൻ വീണ്ടും പറയുന്നത്, ഇതിൽ ഏതെങ്കിലും കാണാനുള്ള സാധ്യത ഓക്കെയാണ്, കൂടുതലാണ്. sin 15 cos 75 ഒക്കെ ചോദിക്കാം. പക്ഷേ എന്താ വീണ്ടും പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കാം. cos 75 ആവാനാണ് സാധ്യതയുള്ളത്. ഈ സാധ്യത എങ്ങനെയാണ് ഒരാൾക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുക? പ്രോബ്ലി ഒരു ക്വസ്റ്റ്യന് സാർ പ്രഡിക്റ്റ് ചെയ്തായിരിക്കാം, അല്ലെ? അത് അതേപോലെ വന്നതായിരിക്കാം. ചക്ക വീണപ്പോൾ മുയൽ ചത്തതാവാം. ഓക്കെ, അങ്ങനെയാണ് എന്ന് നമുക്ക് തൽക്കാലം സമാധാനിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. മിക്കവാറും y √(x²-1) ആയിരിക്കും നിങ്ങളെ നാളത്തെ മാത്സിന്റെ ചോദ്യ പേപ്പറിൽ കാണാൻ സാധ്യതയുള്ളത്. വീണ്ടും കാണാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് y √(x²-4) y √(x²-1) കൊടുത്തിട്ട് സാറ് പറയാണ് കാണാൻ സാധ്യതയുള്ളത് ഇതായിരിക്കും. എങ്ങനെ മനസ്സിലാവുന്നത്? NCERTയിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് √9 - x² ആണ്. മുമ്പ് ഏതെങ്കിലും പരീക്ഷയ്ക്ക് ഇത്തരത്തിലൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? ഞാൻ +1 മാത്സ് എടുക്കുന്ന ആളാണ്, എനിക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതായിട്ട് ഓർമ്മയില്ല. ഇനി ഉണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് ഇതേ ചോദ്യം x²-1 എന്തുകൊണ്ട് x²-4 അല്ല, എന്തുകൊണ്ട് x²-9 അല്ല, എന്തുകൊണ്ട് x²-16 അല്ല, എന്തുകൊണ്ട് 9 - x² അല്ല, എന്തുകൊണ്ട് x²-1 എന്ന് ഇയാൾക്ക് തോന്നി എന്നുള്ളത് മറുപടി പറയാനുള്ള ബാധ്യത ഈ കാണുന്ന ചങ്ങാതിക്കുണ്ട്. ഓക്കെ, ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ
അപകടകരമാവുന്നത്. ഇതിലും അപകടകരമായ കാര്യം ഈ വീഡിയോ എന്റെ ചെയ്യുമ്പോഴേക്ക് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഓരോന്നോരോന്നായിട്ട് പോകാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. 5π/36 എന്നാണ് ആൻസർ കിട്ടുക. ഇത് നിങ്ങൾ അധികം ഫോക്കസ് ചെയ്യേണ്ട, പക്ഷെ ചിലപ്പോൾ വരാം എന്നാണ് ഞാൻ പറയുന്നത്. അതെ, ഇത് ഞങ്ങൾ അധികം ഫോക്കസ് ചെയ്യേണ്ട, ചിലപ്പോൾ വരാം എന്നാണ് പറയുന്നത്. നമുക്ക് മുമ്പത്തെ ക്വസ്റ്റ്യൻ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഈ സാറിന് നമുക്ക് സംശയത്തിന്റെ ഒരു ആനുകൂല്യം കൊടുക്കാമായിരുന്നു. ഇവിടെ സംശയത്തിന്റെ ഒരു ആനുകൂല്യം കൊടുക്കാൻ പ്രത്യേകിച്ച് വകുപ്പൊന്നുമില്ല. ഇത് എന്തിനാന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. പോട്ടെ, നമുക്ക് അതെന്തായാലും വന്നിട്ടില്ല, ഈ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, വരാതിരിക്കാനാണ് സാധ്യത. സാറ് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ വരാൻ പാടുണ്ടോ? ഇല്ല, വരാൻ പാടില്ല അല്ലെ? അങ്ങനെയല്ലേ ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. 98 എന്നാണ് ആൻസർ കിട്ടുക. 98 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 4 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വരിക കേട്ടോ. നാളത്തെ ചോദ്യ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 4 മാർക്കിന് ഷുവർ ആയിട്ട് വരും എന്ന് സാറ് പറഞ്ഞ ചോദ്യം അതേപോലെ ചോദ്യ പേപ്പറിൽ വന്നിട്ടുണ്ട്. √3 + √2 all raised to 4 plus √3 minus √2 all raised to 4 a plus b all raised to 4 plus a minus b all raised to 4 √3 plus √2 തന്നെ ചോദിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 1/1000 1/10,000 1 in a million? എന്താണ്? എത്ര റാഷണൽ ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ട്? ഏതൊക്കെ വെച്ച് ചോദിക്കാം? എന്തുകൊണ്ട് സാറ് പറഞ്ഞ √3 + √2 √3 minus √2 മാത്രം വെച്ച് ചോദിച്ചു? സാറ് മറുപടി പറയേണ്ടതുണ്ട്. ഇത് ഒരൊറ്റ ക്വസ്റ്റ്യൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരൊറ്റ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ വന്നതെങ്കിൽ നമുക്ക് സാറിന് സംശയത്തിന്റെ നിഴൽ നമുക്ക് മാറ്റാം. ഈ യൂട്യൂബ് ചാനൽ നമുക്ക് സംശയത്തിന്റെ നിഴൽ മാറ്റാം. പക്ഷെ അങ്ങനെയല്ല ആവർത്തിച്ച് വരുന്നത് എന്നുള്ളത് കാണാം. ഇതിലും വലിയ തെളിവുണ്ട്. ഞാൻ അടുത്ത് പറഞ്ഞുതരാം. Yes, how many terms of the GP? 3 How many terms of a GP? ഇങ്ങനെ ഒരു GP തന്നിട്ടുണ്ട്. ആ GPന്റെ എത്ര ടേംസ് കൂട്ടിക്കാനാ? 3069/512. ഈ ഒരു വാല്യൂ നിങ്ങൾ നോക്കുക, 3069/512. ഇതേപോലെ ഒരു GPയുടെ ടേംസ്, അതും ഇത്രയും റാൻഡം ആയിട്ടുള്ള ഒരു GPയുടെ ടേമും റാൻഡം ആയിട്ടുള്ള ടേമും തന്ന് വരാനുള്ള സാധ്യത എന്താന്നുള്ളത് കഞ്ഞി കുടിക്കുന്ന ചോറ് തിന്ന ആൾക്കാർ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര അപകടകരമായിട്ടുള്ള രീതിയിലോട്ടാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ വ്യവസ്ഥയെ ഇവരൊക്കെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ആലോചിക്കാൻ ഇത്തരം ചില ചോദ്യങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ നിൽക്കുന്നില്ല, അടുത്ത ചോദ്യത്തിലോട്ട് വരാം. ഹൈപ്പർബോളയും 144 ആണ്. ചിലപ്പോൾ ഇത് -8 വരാം. ഹൈപ്പർബോളയും വരാറുണ്ട്. ചിലപ്പോൾ എന്ത് വരാം? പാരബോളയും വരാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എലിപ്സിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഹൈപ്പർബോളിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാം. റൈറ്റ് സൈഡ് 144 ആണ്. യെസ്, അപ്പോ ഇവിടെ പ്ലസ് ഇട്ടിട്ടും വരാം, മൈനസ് ഇട്ടിട്ടും വരാം. സാർ ഇവിടെ പ്ലസ് ഇട്ടിട്ട് കൊടുത്തു, എന്തിട്ടാ വന്നത്? മൈനസ് ഇട്ടിട്ടാ വന്നത്. എങ്ങനെ ഒരു ഹൈപ്പർബോളയുടെ ലാറ്റസ് റെക്ടം ഇതൊക്കെ ചോദിക്കാം. നോക്കൂ, ഫോക്കസും വെർട്ടിസസും എക്സെൻട്രിസിറ്റി ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ഒക്കെ ചോദിക്കാം. പക്ഷെ എന്തുകൊണ്ട് 9x² ± 16y² = 144? എങ്ങനെ അത്ര സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂസ് കിട്ടി? എന്താണ് ഇത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള അടിസ്ഥാനം? പ്രെഡിക്റ്റ് ചെയ്യുന്നവരുണ്ടല്ലോ, പ്രെഡിക്റ്റ് ചെയ്യുന്ന വമ്പന്മാരുണ്ടല്ലോ, പറഞ്ഞതാ. ഇതിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ലോജിക്കാ ഉപയോഗിച്ചത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്നതാണോ? NCERT ഉള്ള ക്വസ്റ്റ്യൻ ആണോ? ഇതെല്ലാം ഒരേപോലെ പ്രെഡിക്റ്റ് ചെയ്ത് ശരിയാവാൻ എന്ത് ലോജിക്കാണ് നിങ്ങൾ ഉപയോഗിച്ചത്? നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഇനി ഇതേപോലെ പെർമ്യൂട്ടേഷനിലെ ക്വസ്റ്റ്യൻ, ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ വരും എന്ന് പറഞ്ഞു, അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ വന്നു. ഓക്കെ, ഇതെങ്ങനെയാണ് ഇത്രയധികം കോയിൻസിഡൻസ്? മാത്സിൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഇതേ സാറ് മാത്സിൽ +1 പ്രോബബിലിറ്റി പഠിപ്പിക്കുന്നുണ്ടാവുമല്ലോ. ഇത് മുഴുവൻ ശരിയായ വരാനുള്ള പ്രോബബിലിറ്റി എന്താന്നുള്ളത് സാർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാം. ഒന്ന് കാണട്ടെ, സാറിന്റെ മാത്സ് സ്കിൽസ് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇനി ഏറ്റവും അവസാനത്തെ, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവസാനത്തെ ഏറ്റവും സംശയാസ്പദമായ കാര്യം നിങ്ങൾ കാണാം. Then prove that sin 2x plus 2 sin 4x plus sin 6x is equal to 4 cos square x into sin raised to 4x. യെസ്, ഇവിടെ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. പ്രൂവ് ദാറ്റ് sin 2x plus 2 sin 4x plus sin 6x equal to 4 cos square x into sin raised to 4x. ശ്രദ്ധിക്കണേ, RHS ശ്രദ്ധിക്കണേ. 4 cos square x into sin raised to 4x. ഇനി സാർ പ്രൂവ് ചെയ്യട്ടെ. ചോദ്യം ട്രിഗ്നോമെട്രിയിൽ നിങ്ങൾക്ക് നാളെ കാണാം. മിനിമം ഒരു 3-4 മാർക്കിന് കാണും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് sin 2x-നെയും sin 6x-നെയും കൂടെ ആഡ് ചെയ്യാം. sin c plus sin d ഫോർമുല വെച്ചിട്ട് എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ബാക്കി ആരുണ്ട് അവിടെ? 2 sin 4x കോമൺ ആയിട്ട് എടുക്കും. 2 sin 4x പുറത്തുണ്ട്. ബാക്കി cos 2x plus 1 ഉണ്ട്. cos 2x plus 1 എന്ന് പറയുന്നത് ആരാണ്? 2 cos square x ആണ്. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. 2 into 2 4 നാവും. ബാക്കി ഒരു sin 4x ഉണ്ട്. ബാക്കി ഒരു cos x എന്ന് കിട്ടും അല്ലെ? 4 sin 4x into cos square x ആണ്. യെസ്, ഉത്തരം ശ്രദ്ധിക്കുക. 4 sin 4x into cos square x. ചോദ്യം ശ്രദ്ധിക്കുക. 4 cos square x into sin raised to 4x. ചെറിയൊരു കയ്യബദ്ധം നാറ്റിക്കരുത് അല്ലെ? അതാ സംഭവം. ക്വസ്റ്റ്യൻ ഉള്ളതല്ല ആൻസറിൽ പുള്ളി ആൻസർ ആദ്യം ശരിയായിട്ട് എഴുതി വെച്ചു. ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി.
ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അംബാനെ എന്നുള്ളതാണ് എനിക്ക് ഈ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തോന്നിയത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഇതോട് കൂടിയിട്ട് എന്താണ്, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലായി, കള്ളി വെളിച്ചത്തായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്ന് ചില ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും. നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്കും ഓണ പരീക്ഷയ്ക്കും വളരെ സീൽഡ് ആയിട്ടൊന്നല്ല ക്വസ്റ്റ്യൻ പേപ്പർ സ്കൂളുകളിൽ എത്തുന്നത്. അവിടെ എത്തുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഒരുപക്ഷെ തലേ ദിവസം അത് പൊട്ടിച്ചു നോക്കാൻ അവിടുത്തെ ഒരു അധ്യാപകനും വിഷമം ഉണ്ടായിക്കൊള്ളുന്നില്ല. എല്ലാ അധ്യാപകരും അങ്ങനെ ചെയ്യുന്നല്ല പറഞ്ഞത്. അങ്ങനെ ചെയ്യുന്ന അധ്യാപകരുണ്ടാവാം, അങ്ങനെ ചെയ്യുന്ന അധ്യാപകരുണ്ട് എന്ന് തന്നെയാണ് ഈ ചോദ്യ പേപ്പറുകൾ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വെളിപ്പെടുന്ന കാര്യം. നമ്മുടെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിയെ ഉള്ളിൽ നിന്ന് തകർക്കാൻ ശ്രമിക്കുന്നവരാരായാലും അവർക്കെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തി അവരെ പൊതുജന മധ്യത്തിൽ വിചാരണ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് നമ്മുടെ കുട്ടികളോടുള്ള ദ്രോഹമാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ചിലപ്പോ ഈ വീഡിയോ കണ്ടിട്ട് അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കണ്ടല്ലേ, എന്നാ ഞാൻ അങ്ങോട്ട് പോവാം എന്നായിരിക്കും നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇത് ഓണപരീക്ഷക്ക് നടക്കും, ഇത് ക്രിസ്മസ് പരീക്ഷക്ക് നടക്കും, ഇത് മോഡൽ എക്സാം വരെ നടക്കും. അതിന്റെ പേരിൽ നിങ്ങളെ പല ബാച്ചുകളിലോട്ടും ചേർത്ത് കാശുണ്ടാക്കാനും ആളുകൾ ഉണ്ടാകും. പക്ഷേ അൾട്ടിമേറ്റ്ലി കൊല്ല പരീക്ഷക്ക് ഇത് വർക്കാവില്ല, SSLC പരീക്ഷക്ക് ഇത് വർക്കാവില്ല. സീൽഡ് ആയിട്ട് വളരെ കറക്റ്റ് ആയിട്ടാണ് ആ പരീക്ഷകൾ, ബോർഡ് എക്സാംസും SSLC പരീക്ഷയും +1 +2 ബോർഡ് എക്സാംസ് നടത്താറുള്ളത്. അവിടെ അത് വർക്കാവില്ല. അവിടെ വർക്കാവാഞ്ഞിട്ട് നിങ്ങൾക്ക് പോയി ചോദിക്കാനും ആരും ഉണ്ടാവില്ല. എന്ന് മാത്രമല്ല, നിങ്ങളെ തന്നെ മണ്ടന്മാരാക്കുന്ന പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ മണ്ടന്മാരാക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ ഒപ്പിച്ചിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറുതായിട്ട് വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ക്വസ്റ്റ്യൻസ് വരെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇട്ടുകൊണ്ട് നിങ്ങളെ മണ്ടന്മാരാക്കുക ചെയ്യണത്. നിങ്ങളുടെ ബുദ്ധിക്ക് ഒരു വിലയും കൽപ്പിക്കാതിരിക്കാൻ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും നമുക്ക് പഠിക്കണ്ട. എന്നോട് പല സ്റ്റുഡൻസും പറഞ്ഞു, ഇന്ന് ചാനൽ കണ്ടാൽ മതി, അവിടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, അതുകൊണ്ട് എനിക്ക് നല്ല മാർക്ക് ഉണ്ട്. ആ മാർക്ക് കൊണ്ട് നിങ്ങൾക്ക് ലൈഫിൽ ഒരു ഉപകാരം ഉണ്ടാവില്ല. ഞാൻ വെറുതെ പറഞ്ഞ, ലിറ്ററലി വെറുതെ ഒരു എന്താ പറയാ, നിങ്ങളെ ശപിക്കാൻ വേണ്ടി പറഞ്ഞെന്നല്ല, ഇത് ലിറ്ററലി നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. ബോർഡ് എക്സാമിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് JEE, KEAM പോലത്തെ എക്സാംസ്, നീറ്റ് പോലത്തെ എക്സാം തൊടാൻ സാധിക്കൂല. ഇങ്ങനെ പഠിക്കുന്ന ആൾക്കാർക്ക് തൊടാൻ സാധിക്കില്ല. നിങ്ങളുടെ ഭാവിയെ തന്നെയാണ് കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് എക്സ്പോസ് ചെയ്യുന്നറിയോ? നമ്മുടെ ഒരു ജനറേഷനാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ള പ്രോബിലിറ്റി നിങ്ങൾ അയച്ചു നോക്കാം. 1 ഓക്കെ, 2 ഓക്കെ, 3 ഓക്കെ, 4 ഓക്കെ, ഇങ്ങനെ 8ഉം 10ഉം ക്വസ്റ്റ്യൻസ് ഒരേ ലൈവിൽ നിന്ന് ഒരാൾ പറയുന്ന അതേ വാല്യൂസ് വെച്ച് വരാനുള്ള സാധ്യത. മാത്സ് പഠിച്ച ആൾക്കാരുണ്ടല്ലോ, മാത്സ് പ്രോബിലിറ്റി നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് നോക്കുക. കോടിയിലൊന്നോ 10 ലക്ഷത്തിലൊന്നോ ആയിരിക്കും. ഓക്കെ, ഇത് ആരെയും താറടിച്ച് പറയാനോ ആരെങ്കിലും മോശക്കാരനാക്കാൻ വേണ്ടിയിട്ടില്ല. ഇത് നമ്മുടെ വ്യവസ്ഥിതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ചെയ്യുന്നത് ചെറിയ കമ്പനി ആയാലും വലിയ കമ്പനി ആയാലും ആളുകളായാലും ഗ്രൂപ്പ് ഓഫ് ആളുകളായാലും ആരായാലും നിങ്ങൾ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന അല്ലെ, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കാശ് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് ബാച്ചുകളിലോട്ട് ആളെ കൂട്ടാൻ പറ്റും. പക്ഷെ നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതികളിലൊന്നാണ് നമ്മൾ ഇന്ന് പരീക്ഷകളുടെ പേരിൽ നടക്കുന്ന ചില ലൈവുകളിലെങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാൻ വന്നതല്ല. കാരണം ഇത് വളരെ ആത്മാർത്ഥമായി ചെയ്യുന്ന, പേഴ്സണലി ആത്മാർത്ഥമായി ചെയ്യുന്ന ആളുകൾ എനിക്കറിയാം. ഞാൻ ചിലപ്പോൾ അവരെ ട്രോളാറുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ തന്നെ പല ആളുകളെയും ഞാൻ ട്രോളി സംസാരിക്കാറുണ്ട്. പക്ഷേ ഇത്തരം ആക്ട്സ് ചെയ്യുന്ന ആളുകൾ, ഇത്തരത്തിൽ കുട്ടികളുടെ ഭാവി കുഴിച്ചു മൂടുന്നവരല്ല അവരിൽ ഭൂരിഭാഗവും എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയുന്നത് കൊണ്ട് എനിക്ക് ഉറപ്പാണ്. പക്ഷെ അല്ലാത്ത ചില ആൾക്കാരുണ്ട്. ആ ആളുകൾ ചെയ്യുന്നത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷന്റെ ബുദ്ധിയെ കുഴിച്ചു മൂടുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുണ്ട്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നന്നായി പഠിക്കുക, നല്ല സ്ഥലങ്ങളിൽ എത്താൻ നോക്കുക, അതിനുവേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്യുക. ഇതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. പ്രിയപ്പെട്ട അധ്യാപകരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഇടയിലുള്ള ചില ആൾക്കാരാണ് ഇത് പുറത്തെത്തിക്കുന്നത്. അവരെ കണ്ടെത്തേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. രണ്ടാമത്തേത്, പലപ്പോഴും കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ ആശ്രയിച്ചു പോകാനുള്ള കാരണം എന്താ? നമ്മുടെ ക്ലാസ് റൂമുകൾ വേണ്ടത്ര എഫക്റ്റീവ് അല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോ, ഇന്നലെ ഞാനിട്ട വീഡിയോയുടെ കമന്റ് ബോക്സ് നിങ്ങൾ നോക്കുക. ഞങ്ങളുടെ ടീച്ചേഴ്സ് മര്യാദയ്ക്ക് ഞങ്ങളെ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പോകുന്നത് എന്ന് പറയുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ വേദനകൾക്ക് ആരാണ് സമാധാനം പറയുന്നത് എന്നുള്ളത് ചില ടീച്ചേഴ്സ് എങ്കിലും ആലോചിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം ട്രാപ്സിൽ പോയി നമ്മുടെ കുട്ടികൾ വീഴില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം അതിന്റെ ഫലം ചിലപ്പോൾ അവർക്ക് നല്ല മാർക്ക് കിട്ടും, ചിലപ്പോൾ അവർക്ക് A+ കിട്ടും. പക്ഷെ അവരുടെ ഭാവി അവർ തന്നെ കൊന്ന് കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക.
കുട്ടികൾ ചിലപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അവർക്ക് ഈ ഒരു പ്രായത്തിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ ആ ബോധമുള്ള രക്ഷിതാക്കളും അധ്യാപകരും ഇവിടെ ഇടപെടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഓരോ അധ്യാപകനിലും എത്തണം, ഈ വീഡിയോ ഓരോ കുട്ടിയിലും എത്തണം, ഈ വീഡിയോ ഓരോ രക്ഷിതാക്കളിലും എത്തണം. നിങ്ങൾ ഷെയർ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നാളെ വളർന്നു വരുന്ന തലമുറ ISROയിലോട്ട് റോക്കറ്റ് അയക്കേണ്ട, AI ഡെവലപ്പ് ചെയ്യേണ്ട, വലിയ വലിയ ഡോക്ടർമാരാവേണ്ട ഒരു തലമുറയാണ്. ആ തലമുറയെ പിടിച്ചിട്ട് മന്ദബുദ്ധികളാക്കുന്ന ഒരു പ്രോസസ്സിന് കൂട്ടുനിൽക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് ഉണർത്തിക്കൊണ്ട് ഇതിനെതിരെ നമ്മളുടെ എല്ലാവരുടെയും ശക്തമായ പ്രതികരണം, അത് ഒരു മാത്സ് മാത്രമാണ്. എല്ലാ ചോദ്യ പേപ്പറും ഇവിടെ അനലൈസ് ചെയ്യപ്പെടണം. അതേപോലെ തന്നെ എല്ലാവരും ഓഡിറ്റ് ചെയ്യപ്പെടണം, അല്ലെ? അവിടെ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്ന് കുടുങ്ങേണ്ടവർ കുടുങ്ങുക തന്നെ വേണം, അല്ലെ? ഇവിടെ വേറെ താല്പര്യങ്ങളൊന്നല്ല. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഭാവിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. ഇത് മാത്രം ഉണർത്തിക്കൊണ്ട് ഈ വീഡിയോ, ഒരു പക്ഷേ ഈ ചാനലിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.